നിങ്ങൾക്കും ഈ അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. ഒരു പ്ലംബിങ്ങിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിനീയറും ആർക്കിടെക്ട്സും പ്ലംബറും എല്ലാവരും ഒറ്റ സ്വരത്ത് പറഞ്ഞ കാര്യമാണ് സാനിറ്ററി വെയർ എല്ലാത്തിന്റെ ഒരു മോഡൽ വാങ്ങി വെക്കണം എന്നുള്ളത്. അതിന്റെ ഒരു കാരണം എന്താ പറഞ്ഞത്, നമുക്ക് അളവുകൾ എടുക്കാനാണ്. ഞാൻ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും അളവുകളിൽ പേടിക്കേണ്ട ഒരു സംഗതിയാണ് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്. പക്ഷേ അതിന് കൃത്യമായിട്ട് അളവുകളുണ്ട്. എല്ലാത്തിനും കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ്സും അളവുകളും പറയുന്നുണ്ട്. ഞാൻ കുറച്ച് കമ്പനിയുടെ കാറ്റലോഗ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഉദാഹരണമായിട്ട് ഇതിപ്പോൾ ഗ്രോഹിയുടെ ഒരു മോഡലാണ്. ഇതാണ്ടോ 23, അതായത് 230 mm പറഞ്ഞത് 23 സെന്റിമീറ്റർ. ഇത് ഒരുവിധം ബ്രാൻഡുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് ഗബ്രേറ്റ്, 2 പ്രമുഖ ടോപ്പ് ബ്രാൻഡുകളാണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം. ഇത് ജാഗ്വാറിന്റെ ആണ് 22 സെന്റിമീറ്റർ, 1 സെന്റിയുടെ മാറ്റം വരുന്നത്. ഒരു സെന്റിയുടെ മാറ്റമാണ് എല്ലാത്തിനും വരുന്നത്. 22 അല്ലെങ്കിൽ 23 ഇത്രേ ഉള്ളൂ. ഇത് അടുത്തത് ഗ്രോഹിയുടെ വേറൊരു മോഡലാണ്. ഹാഫ് ഫ്രെയിം, ഫുൾ ഫ്രെയിം ഒക്കെ വരുന്നുണ്ട്. എല്ലാത്തിനും 22, 23 വരുന്നത്. ടോട്ടോയുടെ വരുന്നത് ഇതേപോലെ തന്നെ 22 വരുന്നത്. 320 - 100. ഇപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. വെറുതെ നിങ്ങൾ ആദ്യം തന്നെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നിങ്ങളെ പൈസ കൊണ്ടുപോയി കളയരുത്. ഓക്കെ, പൈസ മാത്രമല്ല, ഇതൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മൂലക്കൽ നിറച്ച് സാനിറ്ററി വെയറുകളായിരിക്കും. ഇത് അടുത്ത വർക്കേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഈ വീട് പണിന്ന് വരുന്ന സമയം വരെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചുകൊണ്ടിരിക്കും. ഓരോ പണിക്കാർ വരുമ്പോൾ അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് വെച്ച് അതിന്റെ കവറിങ് ഒക്കെ പോയി അതിനെ പെയിന്റ് ചിന്തി വേറെ എന്തെങ്കിലും വീണ് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. റിസ്ക് കൂടുതലാണ്. പിന്നെ ഇത്രയും പൈസ ആദ്യം മുടക്കും വേണ്ട. ഇതിനൊന്നും ആവശ്യമില്ല. എല്ലാ പ്രൊഡക്റ്റിലും കാറ്റലോഗും സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സും ഉണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ആർക്കിടെക്ട്സോ എഞ്ചിനീയേഴ്സോ പ്ലംബറോ പറയുകയാണെങ്കിലും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ തന്നെ വാങ്ങേണ്ടതുണ്ടോ? എന്തുകൊണ്ട് ഇപ്പൊ വാങ്ങേണ്ടതായിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. കൺസീൽഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഫ്ലഷ് ടാങ്ക് നമുക്ക് ആദ്യം തന്നെ വെക്കണം. അതേപോലെ തന്നെ പല സാധനങ്ങളുണ്ട് കൺസീൽഡ് ആയിട്ട് പോകുന്ന ഷവറിന്റെ ഡൈവേർട്ടറുകൾ, അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട് കൺസീൽഡ് ആയിട്ട് ഇപ്പൊ തന്നെ ചെയ്യേണ്ടത്. ഔട്ടർ പാർട്സ് അല്ലാതെ ഇന്നർ പാർട്സുകൾ അത് മാത്രം വാങ്ങാം. ഔട്ടർ പാർട്സ് കൺസീൽഡ് ആയി വരാത്തതാണ് ഇപ്പൊ വാങ്ങിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കരുത്. നിങ്ങൾക്ക് സമയം കൃത്യമായിട്ട് വരുന്ന സമയത്ത് വാങ്ങുക. അപ്പോൾ ചിലപ്പോൾ പുതിയ മോഡലുകൾ വരാം, പുതിയ ടെക്നോളജികൾ വരാം. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് വാങ്ങാനും പറ്റും. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കല്ലോ. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രിക്കൽ പമ്പിങ് HVAC ഇതിൻ്റെ ഡിസൈനിങ് ആൻഡ് കൺസൾട്ടിങ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അതായത് MEP കൺസൾട്ടൻസി. നിങ്ങൾ വീടിനോ ബിൽഡിങ്ങിനോ ഞങ്ങളൊരു MEP കൺസൾട്ടൻറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്താൽ മതി. താങ്ക്